ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കും. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഈ കഥ ഒരു പക്ഷേ നിങ്ങളെ സഹായിക്കുന്നതാണ്. ദാഹിച്ചു വലഞ്ഞ ഒരു മാൻ വെള്ളത്തിനു വേണ്ടി കാട്ടിലൂടെ നടക്കുകയായിരുന്നു. കുറേ നടന്നിട്ടും മാനിന് ഒരിടത്തു നിന്നും വെള്ളം കിട്ടിയില്ല. കാട്ടിലൂടെ അലഞ്ഞതിനു ശേഷം മാൻ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തളർന്നിരുന്നു. ഈ സമയത്ത് എവിടെയോ വെള്ളം ഒഴുകുന്നതിൻ്റെ ശബ്ദം മാൻ കേട്ടു. മാൻ വേഗത്തിൽ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും എഴുന്നേറ്റ് വെള്ളത്തിൻ്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ മുന്നിൽ വലിയൊരു പുഴ മാൻ കണ്ടു. പുഴയിൽ ഇറങ്ങി വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ മാൻ തൻ്റെ വലതുഭാഗത്തേക്ക് ഒന്ന് വെറുതെ നോക്കി. മാൻ നടുങ്ങിപ്പോയി. തന്നെ ഉന്നം വെച്ച് അമ്പുമായി ഒരു വേട്ടക്കാരൻ നിൽക്കുന്നു. മാൻ ഇടതുഭാഗത്തേക്ക് നോക്കി. അവിടെ ഒരു സിംഹം തന്നെ നോക്കി നിൽക്കുന്നു. പേടിച്ചു വിറച്ച മാൻ തൻ്റെ ദാഹത്തെപ്പറ്റി പോലും മറന്നുപോയി. ഇതിനിടയിൽ തലതിരിച്ച് മാൻ പിൻഭാഗത്തേക്ക് നോക്കി. അവിടെ മാൻ കണ്ടത് ശക്തമായ തീ പടരുന്നതാണ്. എങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥ. 4 ഭാഗവും അടഞ്ഞിരിക്കുന്നു. മാൻ തൻ്റെ മരണം ഉറപ്പിച്ചു. വലതുഭാഗത്ത് വേട്ടക്കാരൻ, ഇടതുഭാഗത്ത് സിംഹം, മുന്നിൽ നദി, പിന്നിലാണെങ്കിൽ തീ പടരുന്നു. മാൻ മനസ്സിലോർത്തു, എനിക്കിനി രക്ഷയില്ല. എന്തായാലും ഞാൻ മരിക്കും. എന്നാൽ പിന്നെ എൻ്റെ ജോലി തീർത്തിട്ട് മരിക്കാം. മാൻ പിന്നെ ഒന്നും ആലോചിക്കാതെ വെള്ളം കുടിക്കാൻ ആരംഭിച്ചു. ഈ സമയത്ത് ഭയങ്കരമായ ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. മഴയിൽ വേടൻ്റെ കാഴ്ച മറഞ്ഞു. ഈ നേരത്താണ് സിംഹം വേടനെ കാണുന്നത്. സിംഹം വേടൻ്റെ നേരെ ഓടാൻ ആരംഭിച്ചു. മാൻ തൻ്റെ ജോലി തീർത്ത് തലപൊക്കി വലതുഭാഗത്തേക്ക് നോക്കി. അവിടെ വേട്ടക്കാരൻ ഇല്ലായിരുന്നു. ഇടതുഭാഗത്തേക്ക് നോക്കി. അവിടെ സിംഹത്തെ കണ്ടില്ല. പിന്നിലേക്ക് നോക്കി. ശക്തമായ മഴയിൽ തീ അണഞ്ഞിരിക്കുന്നു. ഇതുപോലെ ചില സമയങ്ങളിൽ 4 ഭാഗത്തു നിന്നും ചില പ്രയാസങ്ങൾ നമുക്കും നേരിടേണ്ടി വരാറുണ്ട്. അപ്പോൾ പേടിച്ച് വിറക്കുന്നതിന് പകരം ശാന്തമായി ചിന്തിച്ച് നമ്മുടെ പ്രവർത്തനം തുടരുക. പ്രയാസങ്ങൾ നമ്മളറിയാതെ തന്നെ സോൾവ് ആകും.